പ്രധാനമന്ത്രിയുടെ മുന്നറിയിപ്പിന് പിന്നാലെ സ്വർണത്തിന്റെയും വെള്ളിയുടെയും തീരുവ ഉയർത്തി 15% വർദ്ധിച്ചത്. പ്രധാനമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കുറച്ചു. 50% വെട്ടിക്കുറയ്ക്കാൻ നരേന്ദ്രമോദി നിർദ്ദേശം നൽകിയത്. UP മുഖ്യമന്ത്രിയും വാഹന വ്യൂഹം വെട്ടിക്കുറച്ചു. ദില്ലി സർക്കാരും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്. ഇന്ധന പ്രതിസന്ധിക്കിടെ നിർണായക കേന്ദ്ര മന്ത്രിസഭാ യോഗം ഇന്ന് രാവിലെ 11 മണിക്കാണ് യോഗം. ആദിൽ പാലോട് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഇന്നത്തെ മന്ത്രിസഭാ യോഗം വളരെ നിർണായകമാണ്. വളരെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളുമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ 15% മൊത്തം കണ്ട് വർദ്ധിച്ചിരിക്കുന്നു. ഇനി തീ വിലയായിരിക്കും. സ്വർണം വാങ്ങരുത് എന്നുള്ള ഒരു നിർദ്ദേശം പ്രധാനമന്ത്രി മുന്നോട്ട് വെച്ചു. ഇന്ധനമൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കണം. അതിന് സർക്കാർ തന്നെ ഒരു മാതൃകയാകാൻ പോകുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? കടുത്ത നടപടികളിലേക്ക് ഒരുപക്ഷെ നീങ്ങേണ്ടി വരുമോ? എന്താണ് സാഹചര്യം? ഗുഡ് മോർണിംഗ് ആദിൽ. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. രാവിലെ രാജ്യം ഞെട്ടി ഉണർന്നത് തന്നെ സ്വർണത്തിന്റെ വില വർദ്ധിക്കുമെന്ന വാർത്ത കേട്ടുകൊണ്ടാണ്. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ചില നിയന്ത്രണങ്ങൾ ജനങ്ങൾ സ്വന്തം നിലയ്ക്ക് വരുത്തണം എന്ന നിർദ്ദേശം നൽകിയിരുന്നു. അതിന് പിന്നാലെ ഇപ്പോൾ സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കൂട്ടിയിരിക്കുന്നു. 6% തീരുവ, അത് 15% ഉയർത്തിയിരിക്കുന്നു. അതായത് 9% വർധനവ് അത് സ്വർണ്ണ വിലയിൽ പ്രതിഫലിക്കും എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10% അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയും 5% സെസ്സുമാണ് വർദ്ധിപ്പിച്ചത്. അങ്ങനെ ആകെ 15% ഇറക്കുമതി തീരുവയായി ഉയർത്തിയിട്ടുള്ളത്. 9% വർധനയുണ്ടാകും. അരുൺ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു, യാത്രകൾ കുറയ്ക്കണം, വിദേശയാത്രകൾ കുറയ്ക്കണം എന്ന നിർദ്ദേശമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാൻ പ്രധാനമന്ത്രി തന്നെ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. 50% വാഹനങ്ങളും വേണ്ട എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. പകുതി വാഹന വ്യൂഹം ഒഴിവാക്കാം എന്ന് പ്രധാനമന്ത്രി അറിയിക്കുന്നു. ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം കൂട്ടാനുള്ള നിർദ്ദേശവും ഈ അകമ്പടി വാഹനങ്ങൾ പോകുമ്പോൾ ഇലക്ട്രിക് വാഹനങ്ങളായി അത് ഉയർത്തണം എന്നുള്ള നിർദ്ദേശവും ഉണ്ട്. ഇതിന് പിന്നാലെ ദില്ലി മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മന്ത്രിമാർ ചില നിയന്ത്രണങ്ങൾ വാഹനത്തിന്റെ ഉപയോഗത്തിൽ വരുത്തണമെന്നുള്ളത്. ഒപ്പം UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും അകമ്പടി വാഹനങ്ങളുടെ എണ്ണം കുറയ്ക്കാനുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഇന്നത്തെ ഒരു അപ്ഡേറ്റ്, ഇന്ധന പ്രതിസന്ധിക്കിടയിൽ കേന്ദ്ര ക്യാബിനറ്റ് യോഗം ചേരുന്നു, മന്ത്രിസഭാ യോഗം ചേരുന്നു എന്നുള്ളതാണ്. നിർണായകമായ ചില തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലുണ്ട്. ഇന്നലെ വന്ന വാർത്തയനുസരിച്ച് 2-3 ദിവസത്തിനുള്ളിൽ ഇപ്പോൾ സ്വർണത്തിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടുന്നു. 2-3 ദിവസത്തിനുള്ളിൽ ഇന്ധന വില വർധനവ് ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. പെട്രോളിനും ഡീസലിനും 5 രൂപ വീതം വർദ്ധിപ്പിക്കുന്നതാണ് പരിഗണനയിൽ. ഒപ്പം ചുവന്ന നിറത്തിലുള്ള ഗാർഹിക പാചകവാതകത്തിന്റെ സിലിണ്ടറിന്റെ വില 50 രൂപ വരെ കൂട്ടുമെന്ന റിപ്പോർട്ടുമുണ്ട്. അരുൺ, ഓക്കെ, താങ്ക് യു ആദിൽ പാലോട്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അപ്പോൾ എങ്ങനെയാ കാര്യങ്ങൾ? അപ്പോൾ ഇന്ധനവില കൂടാൻ സാധ്യതയുണ്ട്. മാത്രമല്ല അത്യാവശ്യം നിയന്ത്രണങ്ങളൊക്കെ വേണം.